ഹേയ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ക്രിസ്മസ് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഓഫ് ക്രിസ്മസ് ആണ് എൻ്റെ. ദാറ്റ് ഈസ് നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ, അതായത് വെള്ളിയാഴ്ച രാവിലെ 13-ാം തീയതി ഒരു 8 o'clock ഒക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഊബറിലാണ് പോയത്. എയർപോർട്ട് വരെ 4 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വലിയ ഊബർ എടുത്ത് കുറേ പാക്കേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാവലിന് സൂട്ട് കേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിലും കൂടി എക്സ്ട്രാ കുറച്ച് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഡെക്കറേഷൻ ഐറ്റംസും അങ്ങനെ കുറേ നോർമൽ സാധനങ്ങളാണ്. ആൻഡ് നമ്മൾ രാവിലെ അവിടെ എത്തി ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാഗേജ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഈ പെട്ടിയായിട്ടിരിക്കുന്ന സാധനം, അതായത് കാർഡ്ബോർഡ് ബോക്സിലുള്ളത് നമ്മളുടെ കിൻഡർ വാഗനും കാര്യങ്ങളൊക്കെ അയക്കുന്ന അതിലപ്പുറത്തേക്ക് കൊണ്ട് അയക്കണം എന്ന് പറഞ്ഞു. അവർ ചെക്കിൻ്റെ സ്ഥലത്ത് പേപ്പേഴ്സൊക്കെ ഒട്ടിച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചെക്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അത് ചെയ്തു. സസ്പെൻസ് ലേറ്റർ വരുന്നുണ്ട്, എന്താണെന്ന് ഞാൻ പറയാം. ബാക്കിയുള്ള പെട്ടികളൊക്കെ നോർമൽ രീതിയിലും നമ്മളുടെ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്ത് പോയി. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നു ആൻഡ് ഫ്ലൈറ്റിൽ കയറി. നമ്മൾ എത്തിഹാദ് എയർവേസിലാണ് വന്നത്. അപ്പം 12 മണിക്കൂർ ആണ് നമ്മുടെ ട്രാവലിങ്. അതായത് 2.25 മണിക്കൂർ അബുദാബിയിൽ ഹോൾട്ടുണ്ട്, ട്രാൻസിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് കയറി ആണ് കൊച്ചിയിലെത്തുന്നത്. അപ്പം സ്യൂറിഹ് ടു അബുദാബി 6 മണിക്കൂറും പിന്നെ 2 മണിക്കൂർ ഹോൾഡും പിന്നെ അബുദാബി ടു കൊച്ചിൻ 4 മണിക്കൂറുമാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. ഞാൻ ലാമ്പും റൈസുമാണ് എടുത്തത്. പിന്നെ നമ്മൾ ഭയങ്കര ഒരു ഗെയിമിൽ അഡിക്റ്റഡ് ആയിപ്പോയിരുന്നു നമ്മൾ രണ്ടുപേരും. അവസാനം എനിക്ക് എൻ്റെ ശരീരമൊക്കെ വളഞ്ഞ് വേദനയായിപ്പോയി എന്നുള്ളതാണ് ഇത് ചെയ്യുമ്പോൾ. ആൻഡ് നമ്മൾ നല്ലപോലെ കഴിച്ചു. നല്ല ഫുഡാണ് കേട്ടോ. എത്തിഹാദിൻ്റെ ഫുഡ് കംപ്ലൈൻറ്റ് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് റിയലി 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 ഗുഡ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഉറങ്ങാം. അപ്പം വെളുപ്പിനെ ഇന്ത്യൻ ടൈം 3 മണിക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പം ആ ഒരു 14-ാം തീയതി മൊത്തം കളയുണ്ടല്ലോ എന്ന് കരുതി ഉറങ്ങാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് തീരുമാനമെടുത്ത് ഉറങ്ങണ്ട, നമ്മൾക്ക് അടുത്ത ഫ്ലൈറ്റിൽ ഉറങ്ങാം. ഏത് അബുദാബി ടു കൊച്ചിൻ ഫ്ലൈറ്റിൽ ഉറങ്ങാം. അങ്ങനെ ഞങ്ങൾ അബുദാബിയിൽ സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞ് ബാഗ് എടുക്കേണ്ടിയില്ല, നമ്മൾ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. നല്ല എയർപോർട്ടാണ്. ഞാനിവിടെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. പാവലിൻ്റെ ഫസ്റ്റ് ടൈം അല്ല. കാര്യം ഞങ്ങൾ ബാലിയിൽ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ബാലിയിലെ എയർ ഏഷ്യയിൽ നിന്നാണ് നമ്മൾ കൊച്ചിനിലേക്ക് വന്നത്. പക്ഷേ എയർ ഏഷ്യയിൽ നിന്ന് തിരിച്ച് പോയത്, അതായത് സ്യൂറിഹിലേക്ക് തിരിച്ചു പോയത് ഈ ഫ്ലൈറ്റിലാണ്. അപ്പോൾ ഇതറിയാം. അവിടെ നല്ല സോവിനിയേഴ്സും കാര്യങ്ങളും ഡ്യൂട്ടി ഫ്രീ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷായി. ഇത് ആ ക്രിസ്മസ് ട്രീ കണ്ടോ? ഇറ്റ്സ് ഒരു മോസ്റ്റ് മോഡേൺ ക്രിസ്മസ് ട്രീ ആണ്. എന്തൊക്കെയോ എൻ്റെ ചുറ്റിനും കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ നല്ല അട്രാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അറബികളുടെ ക്രിസ്മസ് ട്രീ ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഭയങ്കര ഫ്രഷായിരുന്നു കേട്ടോ. കാര്യം നമ്മുടെ സ്യൂറിഹ് ടൈം 10:30, രാത്രി 10:30ക്കാണ് ഇന്ത്യയിലെത്തുന്നത്. അതായത് 3 മണി ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ നട്ടുച്ചയാണ്. നമ്മൾ തലേദിവസം കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്, ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങാനായിട്ട്. പക്ഷെ അതും നടന്നില്ല. പക്ഷെ നമ്മൾ നല്ല ഫ്രഷായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറി ഒരു അമേരിക്കാനോയും കാപ്പുച്ചീനോയും ഒക്കെ കുടിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ നാട്ടിൽ പോകാനായിട്ട്. എല്ലാ വർഷവും എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ജോലി തിരക്കായിരുന്നു. അതായത് ഞാൻ ഈ കഴിഞ്ഞ 8.5 വർഷം ബാങ്കിൽ വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള വർഷമായിരുന്നു ഈ വർഷം. അപ്പോൾ ജോലീൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടിയൊരു വർഷമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ മെൻ്റലി എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് കയറി. What are you drinking, Paula? ചുമന്ന വൈൻ, ചുവപ്പ് വൈൻ. What's there? അത് വെള്ള വൈൻ. വെള്ള ഇസ് വൈറ്റ്. വെളുത്ത വെള്ള.
Pure alcoholism. We thought of sleeping after getting into this flight, but we started watching Billions, waiting food because my boyfriend was super duper hungry. And you're recording your own face. And at last we got some food, chicken curry and avial. And we had it. It was super amazing, so fresh. Then my Pablito asked for another glass of wine. Unfortunately, they only had one glass of red wine. Then my Pablito asked white wine. And at last, I'm still with the red wine. And the white wine is yet to come. The same is there, yet to drink. Bye guys. അങ്ങനെ ചിക്കനും അവിയലും ഒക്കെ കഴിച്ച് 2-3 ഗ്ലാസ് വൈനും കുടിച്ച് ഉറങ്ങണം എന്ന് കരുതി ഉറങ്ങാതെ പാവൽ ഒരു അരമണിക്കൂർ ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല. അങ്ങനെ കൊച്ചിയെ നോക്കി ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് കണ്ടത്, ക്ലിയർ ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ഓൾറെഡി ഇമെയിൽ വന്നു, അവർക്ക് ആ പെട്ടി വന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ അപ്പം അനിയനും നേരത്തെ എത്തി. 2:30 ആയപ്പോൾ എത്തി. എൻ്റെ വിചാരം 2:30 ഫ്ലൈറ്റ് എത്തുക എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെ പെട്ടി മിസ്സായി. ഏതാണ്? ആ കാർഡ്ബോർഡ് ബോക്സിൽ അയച്ച പെട്ടി ഇവിടെ എത്തിയിട്ടില്ല. അത് സ്യൂരിഹിലേന്നേ പോന്നിട്ടില്ല. അതവർ മിസ് ചെയ്തതാണോ കളഞ്ഞതാണോ എനിക്കറിയില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. എൻ്റെ വിശദ വിവരം ഞാൻ പറയാം. ഹലോ, അത്ര മതി. ബേബി ആണോ, എൻ്റെ മുത്താണോ? ബേബീസ് ഗിഫ്റ്റ് ഇസ് ഓൾസോ there gone. It's gone. Everything's gone. പിന്നെ നാണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. 1 മണിക്കൂർ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 10-10:30 വരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പാവലിനും വീട്ടുകാർക്കൊക്കെ ഒരു സർപ്രൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ആശിഷും ആശയ്ക്ക് അന്ന് ഓഫായിരുന്നതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയാണ് പോയത്. അപ്പം ഞങ്ങളുടെ ബേബിയെ നോക്കി വീട്ടിലിരുന്നു. അവളുടെ കൂടെ ആരെങ്കിലും വേണം. അപ്പം നേരെ നമ്മൾ നല്ലൊരു ഡേയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സിന് ഡ്രൈവേ ഉള്ളൂ. അത് നീണ്ട് 1 hour ആയി. 45 മിനിറ്റ്സ് ആയി. ഇവിടെയൊക്കെ നല്ല ട്രാഫിക്കാണ് ഇപ്പോൾ. അങ്ങനെ പാവല് ഇവിടെ വന്നപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറേ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അവിടെ കുറേ പശുവിനെയൊക്കെ കൊണ്ടേ കെട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ കുഞ്ഞിലൊന്നും അങ്ങനെ ഒത്തിരി പശുക്കളെയൊന്നും അങ്ങനെ കൊണ്ടേ കെട്ടിയിട്ടൊന്നും കണ്ടിട്ടില്ല. ബിക്കോസ് ഞങ്ങളുടെ ഒന്നും അവിടെ അത്രയും സ്ഥലം ഇല്ലായിരുന്നു, എൻ്റെ പഴയ വീടിൻ്റെ അവിടെ. അപ്പോൾ ഈ വീടിൻ്റെ അവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ട്. എൻ്റെ തറവാടിൻ്റെ അടുത്താണിത്. അപ്പം പാവലിതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുമായിരിക്കുന്നു. ദെൻ നമ്മൾ വണ്ടി കയറി യാത്ര തുടങ്ങി. നല്ല 2 ദിവസമായിരുന്നു കേട്ടോ ഈ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വിശദ വിവരങ്ങൾ ഞാൻ പറയാം എന്താ സംഭവിച്ചെന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ. ബുധനാഴ്ച ആയി. ഞങ്ങൾ ചിന്മയ സ്കൂളിൻ്റെ അടുത്തായിട്ട് താമസിക്കുന്നത്, അടുത്തല്ല ഡോൺ ബോസ്കോയുടെ അടുത്ത്. അപ്പോൾ അവിടെ കുറച്ച് നല്ല വീടുകളുണ്ട്. എൻ്റെ തറവാട് തൊട്ടടുത്താണ്, അങ്കിൾമാരുടെ ഒക്കെ വീട് തൊട്ടടുത്താണ്. അപ്പം നമ്മൾ എല്ലാവരുടെയും ഒപ്പം തന്നെയാണ് നമ്മുടെ താമസമൊക്കെ. Excellent. Oh my God, so much. Yes, very beautiful. Very beautiful. So you are my official videographer for the... You perform? Not that much. Huh? Actually,
കണ്ട കാത ഇല്ലേ ബാക്കിയല്ല. Oh man. So many restaurants. It's like Italy. Here, Yes. Vespa bike, those were the first place. Yeah, in the sense, in my era. ഇടിക്കട്ടെടാ. ഒരു മര്യാദയ്ക്ക് ഒതുങ്ങി നടന്നോടെ. Cooling glass ഒക്കെ വെച്ചിട്ട്. Like in China, they also were like first crazy about bicycle and then Yeah, motorcycle. yeah, same. People were more healthy when they were cycling. Had a strong muscle, big thighs, and now people don't cycle and have tiny thighs. Like your mom. നീ പോയി നിന്റെ കോട്ട. Oh, made it. You know. I didn't make anything. I just moved to country. അങ്ങനെ ഡ്രൈവിന് ശേഷം നമ്മളെത്തിയത് സ്പാറ്റിക്കോയിലാണ്, കാക്കനാട്. അവിടെ നല്ലൊരു സ്പായും പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി. അവിടെ നമ്മൾ ഇത്തിരി ലേറ്റായിട്ടാണ് എത്തിയത്, പക്ഷെ അവിടെ നല്ല പോപ്പുലർ ആയിരുന്നു. അങ്ങനെ അമ്മേനെയൊക്കെ ഇതിലൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കഷ്ടമുള്ള കാര്യമാണ്. അമ്മയ്ക്ക് മസാജൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അമ്മേനെയും കൊണ്ടുവന്ന് ഒരു പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യിപ്പിക്കാൻ സർപ്രൈസ് ആയതുകൊണ്ടാണ് നമ്മുടെ കൂടെ വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇതിനൊന്നും വരാറില്ല. പക്ഷെ നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. ബാലിയിലൊക്കെ ഉള്ളതിലും വെച്ച് നല്ല മസാജായിരുന്നു. ഞാനും പാവലും ഡീപ്പ് ടിഷ്യൂ മസാജും ആശിഷും ഒരു അരോമ റിലാക്സിങ് മസാജ് അമ്മയ്ക്ക് ഒരു പെഡിക്യൂർ മാനിക്യൂറും ഒക്കെയാണ് ചെയ്തത്. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കിനും ആശിഷും പാവലും കുറച്ച് കഴിച്ചിട്ടൊക്കെ വന്നു. നല്ലൊരു പെഡിക്യൂർ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കാലിൽ ജെൽ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവർക്കത് റിമൂവ് ചെയ്യാനുള്ള മെഷീൻസ് ഇല്ലായിരുന്നു. ഇവിടെ നെയിൽ സർവീസ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഒരു ഓവറോൾ പെഡിക്യൂറേ ചെയ്തുള്ളൂ, നഖം കളയാതെ, എൻ്റെ നെയിൽ ഉരച്ച് കളയാതെ. പക്ഷേ മാനിക്യൂർ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ഇതെല്ലാം ചെയ്തു. അപ്പോഴത്തേക്കിനും ആശിഷും പാവലും കൂടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അത് നമ്മൾ കഴിച്ചു. ബിക്കോസ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ എന്നാലും വിശന്നായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും. അങ്ങനെ അമ്മയ്ക്ക് പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഭയങ്കര രസമാണ്. അപ്പം ഞാനും പാവലും സ്പാ കഴിഞ്ഞ് ആശിഷിനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അമ്മയുടെയും പ്രൊസീജിയറൊക്കെ കഴിഞ്ഞായിരുന്നു, കൈയും കാലും ഒക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അമ്മ വീഡിയോ എടുക്കണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ പാവലിനത് ഹായ് ആയിട്ട് തോന്നിയതുകൊണ്ട് കൂടെ ഇരുന്ന് കാണിക്കുമായിരുന്നു. ആൻഡ് നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നമ്മൾ പോയി പുറത്തേക്ക്. ദെൻ കുറച്ച് കട്ട്ലേറ്റ് മേടിച്ചു. നല്ല പിന്നെയും വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കിനും 6:45 ആൻഡ് വണ്ടി നമ്മൾ നിർത്തിയിട്ട് ഒരു കട്ട്ലേറ്റും നമ്മൾ മേടിച്ചിട്ട് ആണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ചില്ല് ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പം പുട്ട്. ഇത് എൻ്റെ വീട്ടിലെ ഒരു റിച്വലാണ്, എനിക്ക് വാരിത്തരണം ഇവിടെ വന്നാന്നുള്ളത്. അപ്പം അതൊക്കെ കഴിച്ച് ഡേ അങ്ങ് തുടങ്ങി. വീഡിയോ
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഷിയുടെ ഡാഡി നമുക്ക് പനം കള്ള് മേടിച്ചിട്ട് വരുന്നത്, അതായത് നമ്മുടെ ടോഡി അത് മേടിച്ചിട്ട് വരുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, തെങ്ങിൻ്റെ മുകളിൽ മറ്റേ കുടമൊക്കെ വെച്ചിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ്. പുള്ളിക്കാരനൊരു 32 കിലോമീറ്റേഴ്സ് എങ്ങാണ്ടും ട്രാവൽ ചെയ്തിട്ട് പാവലിന് ഫ്രഷ് ആയിട്ടുള്ളത് മേടിച്ചിട്ട് വന്നതാണ്. 2 ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും നല്ലപോലെ ഒന്ന് ഡ്രങ്കായിരുന്നു. അപ്പം പാവലിന് ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. Kind of pot and keep it on top of it. Then it gets fermented. And yeah, it's directly from coconut tree. Oh. ആണല്ലേ? Yeah, I will take. We have to strain it. It seems pretty natural. അമ്മ അരിപ്പ എവിടെ അമ്മ? നല്ല പണിയാണല്ലേ. വേണ്ട വേണ്ട, വേറെ പാത്രം വേണോ മക്കളെ? ക്ലോസ് ആണ്, ഇത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. Can you open it? വേണ്ടമ്മ വേണ്ടമ്മ. വെരി ഗുഡ്, താങ്ക് യു അങ്കിളെ. ഒരു മിനിറ്റ് അങ്കിളെ ഒന്ന് പിടിക്കേ. കൈ കഴിക്കും, കൈ കഴിക്കട്ടെ. അത് നിങ്ങൾ മാറ്റി വെച്ചത്, ഒത്തിരി മിക്സ് ചെയ്യണ്ട, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. ലൈക്ക് വീട്ടിൽ അന്നത്തെ സ്പെഷ്യൽ താറാവായിരുന്നു. അപ്പോൾ പാവലിന് താറാവ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ അധികമൊന്നും ഇത് കിട്ടത്തില്ലല്ലോ. അപ്പം താറാവ് വെച്ചു. ഞങ്ങൾ ചെന്നന്ന് തന്നെ വിന്താലു ആയിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് Day 2 ആണ്. ബിക്കോസ് നമ്മൾ നല്ല ടയർഡായിരുന്നതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ താറാവ് കറിയും വീന്താലും ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ വീന്താലു കഴിച്ചു, പിന്നെ താറാവ് പാവലിന്ന് കഴിച്ചു കള്ളിൻ്റെ കൂടെ. പിന്നെ പാവൽ ലഞ്ചൊന്നും കഴിച്ചില്ല, ബിക്കോസ് നല്ലപോലെ വയറ് നിറഞ്ഞായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് താറാവായിരുന്നു. അപ്പോൾ ആ ഉരുളക്കിഴങ്ങൊക്കെ ചാലിച്ച് കള്ളൊക്കെ കുടിച്ച് അടിപൊളിയായിരുന്നു. ഞാനും കുടിച്ചു. ആശിഷിനും ആശയ്ക്കും പുറത്തൊരു അവരുടെ കസിൻ്റെ ഒരു ഈവൻ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു. അപ്പം അവർ കുടിച്ചില്ല. ആൻഡ് അവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അവർ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് കരുതി. അങ്ങനെ ഇത് കള്ളൊക്കെ ഞാൻ കുടിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞിലെ അമ്മയുടെ ഫാമിലിയിലൊക്കെ പോകുമ്പോഴേ അവിടെ ഒരു പ്രാവശ്യം കാണു കുടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. Yeah, I'll show you the video. Yeah, but people just take it down and they mix it with other things, you know, but here it's not like that. ഒരു സിപ്പ് എന്നോടുള്ള സ്നേഹത്തിന്റെ പുറമെ ഇതാരാണിത്? പൊന്മാണി. അപ്പൊ ചിയേഴ്സ് അങ്കിളെ. താങ്ക് യു സോ മച്ച്. അയ്യോ, ഇറ്റ്സ് സോൾട്ടി. ഒരു പക്ഷെ ഞാൻ ഇത് നല്ലൊരു പുളിപ്പും ഉപ്പും. സോ നൈസ്. സൂപ്പർ അമ്മേ, സൂപ്പർ. അതെ, വേവും നമുക്ക് വരില്ല. For duck especially, it has to be with pepper barley.
That's why there is that burning sensation. Yes, but it's okay. It burns only a little bit. ആദ്യം ഇച്ചിരി എരിവുണ്ടായിരുന്നു, പിന്നെ അങ്ങ് ശരിയായി. എവറിത്തിങ് there. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങിയാൽ അതിനോട് അനുകൃതമായിട്ടുള്ള കുറെ പാട്ടുകളുടെ സജഷൻസ് അവർ തരും. മോസ്റ്റ് ഹാപ്പി പേഴ്സൺ ഹാവിങ് എ സ്പോട്ടിഫൈ. അവിടെ കിട്ടിയ ലിറിക്സ് വരും. അപ്പയ്ക്ക് ഭയങ്കര ക്ലാസിക്സ് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്പോട്ടിഫൈ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് പുതിയ ഫോണിൽ ആളിരുന്ന് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവലാണെങ്കിൽ നല്ല രീതിയിൽ കമ്പനി കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം കാണിച്ചും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, പാടിക്കോ. പാടപ്പ. ആ സെയിം പിച്ച്. സൂപ്പർ. ആ സമയത്ത് വൈകുന്നേരമായപ്പോൾ നമ്മുടെ ഗീതാൻറ്റി വന്നു. ജിതിൻ്റെയും ജോമോളുടെയും മമ്മി. അന്ന് ജർമ്മനിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്ന എൻ്റെ കസിൻസില്ലേ, അവരുടെ മമ്മിയാണ്. വൈകുന്നേരം ഞങ്ങളെ കാണാൻ വന്നു. കുറച്ച് നേരം ചില്ല് ചെയ്ത് ബേബീനെയൊക്കെ ആയിട്ട് കളിപ്പിച്ചിട്ടൊക്കെയാണ് ആൻറ്റിയും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി. പക്ഷേ കുറേ നേരം കേക്ക് ആയിട്ടാണ് വന്നത്. പാവല അത് പൊട്ടിച്ച് തിന്നാനുള്ള ധൃതിയിലായിരുന്നു. ഗീതാൻറ്റി ഇപ്പോൾ ജോസങ്ങളും എബ്രോഡാണ്, മക്കൾ രണ്ടുപേരും എബ്രോഡാണ്. അപ്പം നമ്മുടെയൊക്കെ തറവാടിൻ്റെ അടുത്തും നമ്മളുടെ അടുത്തും ഒക്കെയാണ് താമസിക്കുന്നത്. പക്ഷേ ആൻറ്റി ഒറ്റയ്ക്ക് ചില്ല് ചെയ്യാണ്. കാര്യം എല്ലാവരും പുറത്തൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ബേബി എല്ലാവർക്കും ഇവിടെ ഭയങ്കര കാര്യമായിട്ടും. ബേബി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പട്ടിക്കുട്ടിയാണ്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. കാര്യം അവൾ മക്കളെ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ ആർക്കും ഇത് തോന്നിയില്ലല്ലോ പോളങ്ക്. അമേരിക്കയിൽ നിന്ന് സായിപ്പ് വരേണ്ടി വന്നു പോളങ്കിക്ക്. നോക്കുകയായിരുന്നു പവൽ. കാര്യം പോളങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ബാച്ചിലറാണ്. ആൾക്ക് കല്യാണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പാവൽ കൂടമായ പരിശ്രമത്തിലായിരുന്നു പെണ്ണിനെ തപ്പാൻ. ഒക്കെ വെറുതെ ആട്ടോ ഇതൊക്കെ. പാവലിൽ ചുമ്മാ ഇരുന്ന് പോളങ്കിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആൾ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തേക്ക് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോരം ഫോർവേഡ് ആയിരിക്കുമല്ലേ. പക്ഷേ ആൾ ഇവിടുത്തെ ഭയങ്കര ഒരു എക്സ്ട്രീം സാമൂഹിക പ്രവർത്തകനാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അപ്പയുടെ സെക്കൻഡ് ലാസ്റ്റ് ബ്രദറും അപ്പയുടെ റൈറ്റ് ഹാൻഡൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആശയ നമുക്ക് അച്ചാർ മാങ്ങയിലിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേക്കോട്ടോ. സ്റ്റേബിൾ ആയിട്ട് നിക്കണമല്ലോ. നിനക്ക് വരാൻ പോകാം, ഇങ്ങനെ കറങ്ങാം ഒക്കെ ചെയ്യാം. അങ്ങനെ വേണം. കൈ അങ്ങോട്ട് നക്കിക്കോ. എരിവാണോ? ഇല്ല, ഇത് മറ്റേ എരിവില്ലാത്ത പുകയിലത്തടുപ്പ്. ശരിയാക്കാൻ വേണ്ടി കുറെ ചോര തൂർന്നി. സൂപ്പർ. പാലക്കാടുകാരാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കുമ്പോ ഓണത്തിനൊക്കെ അച്ചാറുണ്ടാക്കും. പക്ഷെ കാച്ച ഒഴിക്കും മുകളിലോട്ട്. ഇത് അതിനകത്തോട്ട് ഇടൂല. കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് വേപ്പലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ഇടും. അപ്പൊ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. കാശി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വന്നു. അടിപൊളി. ബേബിനെ അവിടെ വിളിക്കേ.
അവള് വന്നില്ലല്ലോ, പേടിച്ചു പോയി. തല കാണിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് നേരമൊക്കെ ചില്ല് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ക്യൂൻസ് വെയിൽ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ ബ്ലോക്കൊന്നും ഇല്ലാതെ. അപ്പോൾ നമ്മൾ ക്യൂൻസ് വെയിലേക്ക് പോകാമെന്ന് കരുതി. ഞങ്ങളുടെ ഇടവകപ്പള്ളിയാണ് ക്യൂൻസ് വേയുടെ ഫ്രണ്ടിലുള്ളത്, ചാത്തിയത്ത്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം നടന്ന് ഒരു കാപ്പി കുടിച്ചു, ദെൻ പാനിപ്പൂരി കഴിച്ചു, ദെൻ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. പിന്നെ അതിലേക്കൂടി ചില്ല് ചെയ്ത് നടന്നു. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദറിനെ അടക്കിയിരിക്കുന്ന സിമിട്രിയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഞാനതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു പാവന്. പാവൽ ഈ വഴി വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും കണ്ടിട്ടില്ല. ആ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ ഇടവകപ്പള്ളി. എന്താ മോനെ? ഈ കാണുന്നതാണ് കേട്ടോ കൊച്ചിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചൈനീസ് നെറ്റാണ്, ഫിഷ് നെറ്റ്. അപ്പോൾ ഇതിൽ മീൻ പിടിക്കാനായിട്ട് ആൾക്കാരിടും. ഇതിവിടെ എല്ലായിടത്തും കാണും. അപ്പം കാണാത്തവർക്കാണ് ഞാൻ ഇതെടുത്തത്. It's crossover episode. മേടിച്ചു കൊടുക്കടാ, മേടിച്ചോ? You want? ഞാനാ? ഞാൻ വെക്കാം. ഒരെണ്ണം മേടിക്കണ ആശ. സൂപ്പർ സൂപ്പർ. അപ്പൊ എവിടാ? എടാ ഒരു ചായ കുടിക്കാൻ പോയല്ലോ. എവിടെ? ഇവിടെ ഹോട്ട് ടീ. Are you okay with that? Yes, hot tea is the best. Best. When you are in place that's very hot. പക്ഷേ you need something for the throat also. Yeah, I'm good. വേണ്ട hot tea വേണ്ട? I can drink. Yes, why not? If everyone has a hot tea. No, we are drinking it for you. I don't know. കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? I'm already hot. Let's drink one. Okay. Then we'll cross from here. അപ്പനെ പിടിക്കടാ. Hold അപ്പ. ഇറങ്ങാൻ പറ്റില്ല അപ്പുറത്ത്.
എന്താ മോനെ? കൊച്ചിന് കഴിക്കാമോ പാനിപ്പൂരി? പാവലെവിടെ? Pablito, take one. Now he. Take care of your shirt. Yeah. Ah. Like it? ഒരെണ്ണം അങ്ങോട്ട് കഴിച്ചോപ്പേ. എൻ്റെ വായിലോട്ട് അങ്ങനെ തന്നെ ഇട്ടു തലേ. Oh, so many. 3 plates. 3 plates. Oh my God. Can you hold it bitte? Yes. പക്ഷെ അവരതിന്റെ മുകളിൽ മസാല ഇടുന്നതേ വയറിന് വല്ല ഇളക്കമൊക്കെ വന്നാൽ തീർന്നടാ. എടാ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലുലു ഹൈപ്പർ മാർക്കറ്റ്. Poland as well. Yes. She'll get scared. Don't do it. No, it's okay. Give it to Appa also. No, he's a No, Appa, Respectable. throw it. He's a respectable man. Baby, too, that was on my feet. No. വേണ്ട. അപ്പൻ പൊട്ടിക്കപ്പോ പോയി. ഗിവ് ഇറ്റ് ടു അപ്പ ഓൾസോ. എടാ എന്റെ മേത്തറിയല്ലേ ബിത്തെ, നിന്നെ കൊല്ലും ഞാൻ. ഒറ്റ ചവിട്ടിന് ഞാൻ അതിനകത്തോട്ടിടും. No, don't do it. I want to do it. But there is fire. എൻ്റെ കാലിലാ വീണത് നേരത്തെ. Don't do it, okay, towards me. My shoes might get damaged. Yes. Oh shit. 3 എണ്ണൊക്കെ എറിഞ്ഞിട്ട് ഓട്ടിക്കണം. എടാ ചെയ്യല്ലേ മോനെ. Oh shit. എടാ അതിന്റെ ഉടുപ്പേ. എടാ വേണ്ടടാ, ദേഹത്തെറിഞ്ഞ് പൊട്ടിക്കണ്ട. ഞാൻ പേടിക്കണല്ല, എന്റെ മേത്തേക്ക് എറിയണതാ. Okay. You do your photo shoot. നിന്റെ
പിന്നെ ആരുടെ കൂടെ Very nice. പാട്. Did you saw how Ashish opened the door? Opened the door. Full wide open. പിന്നെയുള്ള നാട്ടിലെ ബാക്കി വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.